1962 ഞങ്ങളുടെ ഈ വിദ്യാലയം സ്ഥാപിച്ചത്. CSI മർത്തോമ ഓർത്തഡോക്സ് സഭകൾ ചേർന്നിട്ടുള്ള കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റ്. ഞാൻ ജിജി വർഗീസ്, ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെ ഹെഡ് മിസ്ട്രസ്. കഴിഞ്ഞ 10 വർഷമായി ഹെഡ് മിസ്ട്രസ്സായി വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൽ നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെയാണ് കുട്ടികൾക്ക് ഇവിടെ അധ്യയനം നടത്തുന്നത്. സ്പെഷ്യൽ സ്കൂളായിട്ട് പ്രവർത്തിക്കുന്നത് 1 മുതൽ 7 വരെ. അതിനുശേഷം കുട്ടികൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. സാധാരണ സ്കൂളിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളാണ് ഇവിടെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. സ്റ്റേറ്റ് സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു പ്ലസ് കരിക്കുലം കൂടി നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്ലസ് കരിക്കുലത്തിൽ വരുന്നത് ഡെയിലി ലിവിങ് സ്കിൽസ്, സെൻസറി ട്രെയിനിങ്, ഓറിയൻറ്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്, അതുപോലെ അബാക്കസ് ട്രെയിനിങ്, ബ്രെയിലി, കമ്പ്യൂട്ടർ ട്രെയിനിങ്, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. അവർ മറ്റുള്ള കുട്ടികളോടൊപ്പം കോമ്പറ്റീറ്റ് ചെയ്ത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഇവിടെ നിന്ന് 7 വരെ ആകുമ്പോഴേക്കും അവർ നേടിയിട്ടാണ് ജനറൽ സ്കൂളിലേക്ക് പോകുന്നത്. ഞങ്ങളിവിടെ 22 സ്റ്റാഫാണുള്ളത്. 13 ടീച്ചിങ് സ്റ്റാഫും 9 നോൺ ടീച്ചിങ് സ്റ്റാഫുമാണുള്ളത്. ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയമാണിത്. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ടാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നത്. ഞങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്റ്റഫർ ബ്ലിൻഡൻ മിഷൻ എന്ന് പറഞ്ഞാൽ CBMൻ്റെ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒത്തിരി ഏജൻസികളുമായിട്ട് ഇക്യുബിങ് ഫൗണ്ടേഷൻ, വിഷൻ എംപവർമെൻറ്റ് ഓർഗനൈസേഷൻ, ബുക്ക് ഷെയർ ഇൻ്റർനാഷണൽ, അങ്ങനെ പല ഏജൻസികളുമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇക്യുബിങ് ഫൗണ്ടേഷനുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ അവർ നമുക്ക് കുറേ മേഖലകളിൽ, ഒരു 4 മേഖലകളിലാണ് നമുക്ക് പരിശീലനം നൽകുന്നത്. അതായത് ഇക്യു സ്പീക്ക് ഉണ്ട്. ഇക്യു സ്പീക്ക് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമുക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ്. നമ്മുടെ കുട്ടികളെ ഒരു 4 വർഷമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ട്രെയിനിങ് നടത്തുന്നു. ഇതുമൂലം നമുക്കിവിടെ 1ാം ക്ലാസ് മുതൽ പാരലായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കുട്ടികളുടെ പാരൻസിനൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനാണല്ലോ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരു ഡിവിഷനുള്ളതാണ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പാരലായിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കൂടി ചെയ്യുന്നത് ഇങ്ങനെയൊരു കോൺഫിഡൻസ് കുട്ടികൾക്കും ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതുപോലെ ഇക്യു ഫ്ലോട്ട്, അതായത് കുട്ടികളെ സ്വിമ്മിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇക്യു ഫ്ലോട്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് 10-12 കുട്ടികൾ വീതമുള്ള ബാച്ചുകളായിട്ട് നമുക്ക് 12 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ സ്വിമ്മിങ് ട്രെയിനിങ് തരുന്നുണ്ട്. പിന്നെ ഇക്യു ജോയ് എന്നുള്ള പേരിൽ സൈക്കോ സോഷ്യൽ പ്രോഗ്രാമുകൾ പാരൻസിനും ടീച്ചേഴ്സിനുമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇക്യു സ്പോർട്സിനും വേണ്ടിയിട്ട് ആക്ടിവിറ്റീസുകൾ ഇക്യുബിങ് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായി തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമുക്കൊരു പുതിയതായിട്ട് ഞങ്ങൾക്കിടെ കുറേ കുട്ടികൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ടെന്ന് നമ്മൾ ഇക്യുബിങ് ഫൗണ്ടേഷനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെറാപ്പി യൂണിറ്റ് ഉണ്ട്. നമ്മുടെ വിദ്യാലയത്തിലാണ് ഒരു തെറാപ്പി യൂണിറ്റ് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ തെറാപ്പി യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ ഒരു ടീമിനെ തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഇക്യുബിങ് ഫൗണ്ടേഷൻ. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി. അപ്പോൾ ഈ 4 തെറാപ്പികൾ ചേർന്നിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ വിദ്യാലയത്തിൽ 2 ദിവസങ്ങളിൽ, ആഴ്ചയിൽ 2 ദിവസം വരുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. കാരണം നമ്മുടെ ഒരു 20ഓളം കുട്ടികൾ ഇത് ആവശ്യമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് ഇതിന് ഫണ്ട് കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഈ ഏജൻസി വഴിയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദിയും അതുപോലെ ഞങ്ങളുടെ വിദ്യാലയത്തിലെ പാരൻസിൻ്റെയും ഞങ്ങളുടെ എല്ലാ അധ്യാപകരുടെയൊക്കെ പേരിലുള്ള നന്ദിയും ഈ അവസരത്തിൽ ഇക്യുബിങ് ഫൗണ്ടേഷനോട് ഞാൻ അറിയിക്കുകയാണ്.